വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള നൂഡിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടാണ്. നമ്മൾ ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, മുട്ടയിലോട്ട് ചേർക്കാം ആദ്യം. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, ഓയിൽ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും അതിനകത്ത് ചേർക്കാം, പക്ഷെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുമ്പം എല്ലായിടത്തും കറക്റ്റായിട്ട് കിട്ടും. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമ്മളിത് കുഴയ്ക്കാൻ വേണ്ടി. നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ വെക്കാം. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ചിക്കന് ഞാൻ 200 ഗ്രാം ഫ്ലഷ് മാത്രമാണ്. അതോടെ ഞാൻ 1 ടീസ്പൂണോളം പെപ്പർ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ കുറച്ച്, കാരണം ഈ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവൂ. കാര്യം ഈ സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഈ സമയത്ത്. അതേപോലെ ഈ ചിക്കൻ്റെ ജലാംശമൊക്കെ മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് വഴറ്റുമ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതങ്ങ് റഫായി പോവുകയും ചെയ്യും. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒരു 10-15 മിനിറ്റ്. നമ്മുടെ മാവൊക്കെ ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. അപ്പോഴത്തേക്കൊന്ന് കറക്റ്റ്. ഞാൻ കുഴച്ച സമയത്ത് അങ്ങ് ഒരുപാട് നേരം കുഴയ്ക്കാനൊന്നും നിന്നില്ല, കണ്ടില്ലേ. കുറച്ച് ഓയിലൊന്ന് ഇങ്ങനെ കയ്യിൽ തടവിയിട്ട് നമ്മൾ വേണ്ട നന്നായിട്ട് ഒരു ജസ്റ്റ് കുറച്ച് കയ്യിലിങ്ങനെ എണ്ണ ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല കറക്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിത് സേവനാഴിയിലാണ്, ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചാണ് ഇത് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നമുക്കിനി അത് എങ്ങനെയാണെന്ന് നോക്കാം. അത്യാവശ്യം ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നൂഡിൽസിന് ഒരു കളറിന് വേണ്ടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ, എല്ലാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, നോർമൽ ഓയിലല്ല. സൺഫ്ലവർ ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒരു കാരണവശാലും ഇതിനകത്ത് യൂസ് ചെയ്യില്ല. ഇനി ഇത് തിളക്കണം. ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഇതിൻ്റെ അച്ചെന്ന് പറയുന്നത് ഏറ്റവും ചെറുതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു ഹോളുള്ള അച്ചാണ് എടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ അച്ച എടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതെങ്ങനെ നൂഡിൽസ് എടുക്കുന്നതെന്ന് കാണാം. ഇത് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇത് പിഴിഞ്ഞെടുക്കുന്ന പോലെ അത്ര ഈസി ആയിരിക്കത്തില്ല. ഇത് കുറച്ച് ആരോഗ്യം വേണം. മറിച്ച് നമ്മൾ ഇതിന് നമുക്ക് അടച്ചിട്ട് മതി. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾ നോക്കിയിട്ടേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. നമുക്കിത് പിഴിഞ്ഞ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഉണ്ടല്ലേ, തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് തന്നെ ഇത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം പിഴിഞ്ഞെടുക്കാം. ഞാനിതിപ്പോൾ എല്ലാം നമ്മുടെ ഇതുണ്ട്
നൂഡിൽസിൻ്റെ മാവ് വെച്ചെല്ലാം ഞാനത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യമുള്ള ആരെങ്കിലും കൊണ്ട് ഇത് പിഴിയിപ്പിക്കുക. പക്ഷെ അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നൂഡിൽസ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ, വെളിയിലുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേരാത്തത്. ഇതൊരു 5 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് വേകും കേട്ടോ, പെട്ടെന്ന് വേകും. കണ്ടില്ലേ, ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇപ്പം നമ്മുടെ നൂഡിൽസ് എല്ലാം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റേ നമ്മൾ വേറെ നൂഡിൽസൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴുകി എടുക്കുമല്ലോ ഒന്ന് ഊറ്റിയിട്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഒട്ടത്തൊന്നുമില്ല. നമുക്ക് നമ്മുടെ നൂഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു മസാല ഉണ്ടാക്കി നമുക്ക് ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ബട്ടറിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിനകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കിന് ഇതിനൊരു വെള്ളം ഇറങ്ങും. ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി ഇത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഹാർഡായി പോകരുത്, ഒരു 5 മിനിറ്റ് കൂടുതൽ വേവിക്കരുത്. അപ്പോൾ ഒരുപാട് അങ്ങ് അല്ലെ ചിക്കൻ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാൻ വെച്ചിട്ട് മസാല വെജിറ്റബിളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ അത്യാവശ്യം വലിയൊരു കടായി എടുത്തിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലോട്ട് ഞാൻ ബട്ടർ ഇട്ടാണ് ചെയ്യുന്നത്. ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇട്ട് ചെയ്യാം നമുക്ക്. അതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇത് മൂക്കൊന്നും വേണ്ട, ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയാൽ മതി. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോട്ടായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് 1 കപ്പ് ബീൻസ്, അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് നേരം കുക്കൊന്നും ആകണ്ട, 2 മിനിറ്റ് നല്ല തീയിലൊന്ന് കുക്കായാൽ മതി. വെജിറ്റബിളിൻ്റെ ആ കളറോ ടേസ്റ്റോ ഒന്നും മാറല്ല. ക്യാരറ്റും ഈ ബീൻസും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഞാൻ 1 സവോള അരിഞ്ഞത് ഒന്ന് ചേർക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചേർന്നാൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് വാടിപ്പോവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യട്ടെ. ഇതെല്ലാത്തിനും കൂടെ കുക്കിംഗ് ടൈം ഏകദേശം ഒരു 4-5 മിനിറ്റ് മതി. അതിൽ കൂടുതലായാൽ ഇത് ഓവർ കുക്കായിപ്പോവും. നമുക്കിതിനൊരു സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, നമ്മുടെ ചില്ലി സോസ്, അതായത് ഞാൻ പറഞ്ഞിട്ടല്ലേ ഹോം മെയ്ഡ് ചില്ലി സോസാണിത്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നല്ല എരിവാണ്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചേർക്കാവൂ. ഇത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഹണിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് കളർ ക്യാപ്സിക്കം ആണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ക്യാബേജാണ്. ഇതിനൊന്നും ഒരുപാട് വേവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഓനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വെജിറ്റബിളിൽ പ്രത്യേകിച്ച് ഉപ്പ് അപ്പം ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നമ്മൾ ഈ വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് കണ്ടില്ലേ വെജിറ്റബിളുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഇതിനകത്ത് സോസുകളൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പ്രത്യേകിച്ച് സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചേ ചേർക്കാവൂ. കാര്യം എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് അതിനകത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ നൂഡിൽസ്. അപ്പം വളരെ എളുപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു നൂഡിൽസ് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, ഹെൽത്തിയുമാണ്. എന്നാൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.